എല്ലാവർക്കും നമസ്കാരം. മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായി എത്തിയ വെള്ളിയേട്ടന്റെ 4K റീമാസ്റ്റർ പതിപ്പ് ഇന്ന് തിയേറ്ററുകളിൽ 9 ദിവസം പിന്നിടാൻ ഒരുങ്ങുകയാണ്. താരതമ്യേന ചിത്രം ഇപ്പോൾ കുറച്ച് സ്ക്രീനിൽ മാത്രമാണ് പ്രദർശനം തുടരുന്നത്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ 1 കോടി കഴിഞ്ഞോ, ചിത്രത്തിന്റെ കേരള കളക്ഷൻ എത്രയായി, റെസ്റ്റ് ഓഫ് ഇന്ത്യൻ കളക്ഷൻ എത്രയായി, അതോടൊപ്പം ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷൻ എത്രയായി. ഈ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. കഴിഞ്ഞ ദിവസം കേരളത്തിലടക്കം വൻപൻ സിനിമകൾ റിലീസ് ആയതുകൊണ്ട് തന്നെ വെള്ളിയേട്ടന്റെ 4K റീമാസ്റ്റർ പതിപ്പിന്റെ ഷോ കൗണ്ടുകൾ കുറഞ്ഞ കാര്യം നമ്മൾ നമ്മുടെ പ്രേക്ഷകരെ കഴിഞ്ഞ വീഡിയോയിലൂടെ അറിയിച്ചതാണ്. എന്നാലും ചിത്രം കുറച്ച് തിയേറ്ററുകളിൽ ഇന്നും പ്രദർശനം തുടരുകയാണ്. വെള്ളിയേട്ടന്റെ 4K റീമാസ്റ്റർ പതിപ്പിന്റെ 8 ദിവസത്തെ ആഗോള കളക്ഷൻ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയിരിക്കുന്നത് 8 ദിവസങ്ങൾ കൊണ്ട് 75 ലക്ഷം രൂപയാണ്. അതോടൊപ്പം റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ചിത്രം 10 ലക്ഷം രൂപയും കടന്നിരിക്കുകയാണ്. ഇനി ചിത്രത്തിന്റെ ഓവർസീസ് കളക്ഷനിലൂടെ എത്ര നേടിയെന്ന് നോക്കുമ്പോൾ 15 ലക്ഷം രൂപയാണ് ചിത്രം ഓവർസീസ് കളക്ഷനിലൂടെ നേടിയിരിക്കുന്നത്. അങ്ങനെ 8 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ചിത്രം ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 1 കോടി പിന്നിട്ടിരിക്കുകയാണ്. അതായത് വെള്ളിയേട്ടന്റെ 4K റീമാസ്റ്റർ പതിപ്പ് തിയേറ്റർ ബോക്സ് ഓഫീസിൽ വിജയിച്ചു കഴിഞ്ഞു. 20 കൊല്ലങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിലെത്തിയ ചിത്രം, അതും മലയാള സിനിമാ പ്രേമികൾ ഏറ്റവും അധികം ടെലിവിഷനിലൂടെ കണ്ട ചിത്രമായിട്ട് പോലും ചിത്രം റിലീസ് ചെയ്യപ്പെട്ടപ്പോൾ മികച്ചൊരു വിജയം തന്നെയാണ് തിയേറ്റർ കളക്ഷനിലൂടെ നേടിയിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെ നാട്ടിൽ വെള്ളിയേട്ടന്റെ 4K പതിപ്പ് ഇപ്പോഴും പ്രദർശനം തുടരുന്നുണ്ടോ ഇല്ലയോ എന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് അല്ലു അർജുന്റെ ഏറ്റവും പുതിയ ചിത്രമായ പുഷ്പ 2വിന്റെ 2ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ ആണ്. പുഷ്പ 2 ആദ്യ ദിവസം കേരളത്തിൽ ട്രാക്ക് ചെയ്ത ഷോകളുടെ എണ്ണം എന്ന് പറയുന്നത് 1927 ഷോകളാണ്. എന്നാൽ ചിത്രത്തിന്റെ 2ാം ദിവസം 1383 ഷോകളാണ് കേരളത്തിൽ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ ട്രാക്ക് ചെയ്ത ഓഡിയൻസിന്റെ എണ്ണം എന്ന് പറയുന്നത് 3,32,850 പേരാണ്. എന്നാൽ ചിത്രത്തിന്റെ 2ാം ദിവസം ഏകദേശം 1,22,492 പേരാണ് ഓഡിയൻസായി ചിത്രം തിയേറ്ററിൽ കാണാനെത്തിയത്. ആദ്യ ദിവസം കേരള തിയേറ്ററുകളിൽ 62% തിയേറ്റർ ഒക്യുപ്പൻസിയിലാണ് ചിത്രം കളിച്ചെങ്കിൽ ചിത്രത്തിന്റെ 2ാം ദിവസം 30% തിയേറ്ററിന്റെ ഒക്യുപ്പൻസി. അതേസമയം ആദ്യ ദിവസം ചിത്രം 91 ഹൗസ്ഫുൾ ഷോകളും ഏകദേശം 265 ഓൾമോസ്റ്റ് ഫീൽസ് ഷോകളും കളിച്ചിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ 2ാം ദിവസം 11 ഹൗസ്ഫുൾ ഷോകളാണ് ചിത്രം കളിച്ചത്. 42 ഓൾമോസ്റ്റ് ഫീൽഡ് ഷോകളും കളിച്ചു. പുഷ്പ 2 ആദ്യ ദിവസം ട്രാക്കഡ് കളക്ഷനിലൂടെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയത് 5,33 ലക്ഷം രൂപയായിരുന്നു. ആദ്യ ദിവസത്തെ ഫൈനൽ കളക്ഷൻ വന്നപ്പോൾ 6,35 ലക്ഷം രൂപയും ചിത്രം നേടിയിരുന്നു. എന്നാൽ ചിത്രത്തിന്റെ 2ാം ദിവസം ട്രാക്കഡ് കളക്ഷനിലൂടെ ചിത്രം നേടിയിരിക്കുന്നത് 1,99,000 സംതിങ് ആണ്. അതായത് ചിത്രത്തിന്റെ 2ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്നും 3,3,50 കോടി റേഞ്ചിലായിരിക്കും സ്വന്തമാക്കാൻ പോകുന്നത്. ഇതോടെ ചിത്രം 2 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 9-10 കോടി റേഞ്ചിലായിരിക്കും സ്വന്തമാക്കാൻ പോകുന്നത്. പുഷ്പ 2വിന്റെ ആദ്യ ദിവസത്തെ ഒഫീഷ്യൽ ആഗോള കളക്ഷൻ റിപ്പോർട്ട് വന്നപ്പോൾ 265 കോടി രൂപയോളമാണ് ചിത്രം നേടിയത്. ചിത്രത്തിന്റെ 2ാം ദിവസവും ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 150 കോടിക്ക് മുകളിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു കളക്ഷൻ അപ്ഡേറ്റ് വീഡിയോ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.